നമസ്കാരം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം ലഭിച്ച വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സമൂഹമാധ്യമ ഭീഷണിയും പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ എസ്ഐടിക്ക് കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നുവെന്ന് കോടതി പറഞ്ഞു. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നും ഉത്തരവിൽ പറയുന്നു. കൂടാതെ പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകുവാൻ വൈകി 1 വർഷം 9 മാസം എന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി പരിഗണിച്ചു. അതുപോലെ പരാതിക്കാരി വിദേശത്തായതിനാൽ എംഎൽഎ ജാമ്യത്തിലിറങ്ങിയാൽ ഭീഷണിപ്പെടുത്തുമെന്ന വാദം നിലനിൽക്കില്ലെന്നും കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികളും ഇല്ല, അതുകൊണ്ട് തന്നെ എസ്ഐടി കസ്റ്റഡി ഇനി വേണ്ട, അതിനാൽ ജാമ്യം അനുവദിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കുന്നു. പത്തനംതിട്ട ജില്ലാ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മൂന്നാമത്തെ ബലാത്സംഗ കേസിന്റെ നിയമ സാധുതകളിൽ ചോദ്യങ്ങൾ ഉയർത്തി. യുവതിയുടെ വിവാഹബന്ധം നിലനിൽക്കെ രാഹുലുമായി നിയമപരമായ മറ്റൊരു വിവാഹം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ച കോടതി ബലാത്സംഗമാണോ നടന്നതെന്ന് വിചാരണ വേളയിലാണ് തീരുമാനിക്കേണ്ടതെന്നും വ്യക്തമാക്കി. അറസ്റ്റിൽ നിയമപരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലുണ്ട്. യുവതി പരാതി നൽകാൻ വൈകിയെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. 1 വർഷവും 9 മാസവും വൈകി. പോലീസിനെ സമീപിക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. പരാതിക്കാരി കാനഡയിലായതിനാൽ അവരെ സ്വാധീനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ സാധിക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കില്ല. രാഹുൽ ഹാജരാക്കിയ ഓഡിയോ ഇരയുടേതാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. പീഡന കേസുകളിൽ സാധാരണയായി ജില്ലാ കോടതികളാണ് ജാമ്യം അനുവദിക്കാറുള്ളത്. എന്നാൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ ജില്ലാ കോടതിയെ സമീപിച്ചത്. നേരത്തെ സമാനമായ 2 പരാതികളിൽ രാഹുൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടി അറസ്റ്റ് ഒഴിവാക്കിയിരുന്നു. അതേസമയം രാഹുൽ എംഎൽഎക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തുമായ ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യം മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചത്. റിനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണ പോസ്റ്റുമായി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. താൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ല എന്നുമാണ് റിനി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് റിനിക്കെതിരെ ഫെനി നൈനാൻ രംഗത്ത് വന്നത്. ഇപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിയും താനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. താനും മൂന്നാം പരാതിക്കാരിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചാരണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ റിനി പ്രതികരിച്ചിരുന്നു. 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നത് റിനിക്ക് നിഷേധിക്കുവാനാകില്ല എന്നാണ് ഫെനി ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയുടെ തെളിവുകളാണെന്നാണ് ഫെനി ചൂണ്ടിക്കാട്ടുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഒന്നൊന്നായി പുറത്തുവരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും ഫെനി ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു.